കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. മൂവാറ്റുപുഴ SNDP ഹയർ സെക്കൻഡറി സ്കൂൾ സിൽവർ ജൂബിലി ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടത്തി. വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു. 102 MLA-മാരെ വിജയിപ്പിച്ചു നൽകിയിട്ടും നാട് ഭരിക്കുന്നതിന് പകരം തെരുവിലും ഡൽഹിയിലും ഗുസ്തി കൂടുകയാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. മൂവാറ്റുപുഴ SNDP ഹയർ സെക്കൻഡറി സ്കൂൾ സിൽവർ ജൂബിലി ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടത്തി. വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു. MLA-മാരെ വിജയിപ്പിച്ചു നൽകിയിട്ടും നാട് ഭരിക്കുന്നതിന് പകരം തെരുവിലും ഡൽഹിയിലും ഗുസ്തി കൂടുകയാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഇത് ജനാധിപത്യമല്ലെന്നും മതാധിപത്യമാണെന്നും ജനം മണ്ടന്മാരല്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഇപ്പോൾ സംഘടിച്ച് നിൽക്കുന്നവർ ഇപ്പം എന്തൊക്കെയാണ് ചെയ്യണത്? ഡൽഹി വരെ നിൽക്കുകയാണ് കേരള ഭവനിൽ. ഈ വിടയം കിടക്കുകയാണ്. കുഴന്നാണുണ്ട് എന്നിട്ട് തലവെട്ടി പുല്ലിൻ്റെ പുറത്ത് വെച്ച് അത് കത്തിക്കുകയാണ്. ഇതാണ് ആ ജനാധിപത്യം. ഇതിനാണ് മതാധിപത്യം എന്ന് പറയുന്നത്. ഇപ്പം ജനാധിപത്യം മതാധിപത്യത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് ഇന്നും പോകുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം, ജനം അത്ര മണ്ടന്മാരല്ല. ഇതുപോലുള്ള പ്രവൃത്തികളാണ് ഇന്നിപ്പോൾ കേരളത്തിൽ BJP 3 സീറ്റാണ്. ബംഗ്ലാദേശിലും പണ്ട് 3 സീറ്റ് BJP മേടിച്ചുള്ളത്. ഇന്ന് മമതാ ബാനർജി അവരെ കളഞ്ഞിട്ട് അവർ 200 മേൽ സീറ്റ് മേടിച്ചു എങ്കിൽ അതിൻ്റെ കാരണം അതിനുള്ള പരിതസ്ഥിതി എന്താ? അവിടെ പശ്ചിമ ബംഗാളിൽ ബാനർജി ഉണ്ടാക്കിയുണ്ടായിരുന്നു. അങ്ങനെ ഇന്നുള്ള 3-ൽ നിന്ന് പശ്ചിമ ബംഗാളിൽ വന്ന അവസ്ഥയിലേക്ക് കേരളത്തെ മാറ്റാതിരിക്കാൻ ഈ ദൃശ്യശക്തികൾ ചിന്തിക്കുന്നത് അവർക്കും നമുക്കും ഈ രാജ്യത്ത് നിന്നാണ്. നമ്മളെല്ലാം മതസൗഹാർദ്ദത്തെ ആഗ്രഹിക്കുന്നവരല്ലേ? ഒരു മതത്തെ നമ്മൾ വെറുക്കാറില്ലല്ലോ. നമ്മുടെ കൂട്ടത്തിൽ തന്നെ എത്രയോ രാഷ്ട്രീയക്കാരുണ്ട്. ഈ രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയക്കാരനും ഞാൻ വെറുപ്പിക്കാറുണ്ടോ? നിങ്ങളുടെ എല്ലാവരും രാഷ്ട്രീയ വിശ്വാസം നിങ്ങളുടെ ഇരിക്കട്ടെ. ആ വിശ്വാസമായി നിങ്ങൾ പോട്ടോ. നിങ്ങളുടെ രാഷ്ട്രീയ വിശ്വാസം ഒരിക്കലും മാറണമെന്ന് ഞാൻ പറയാറില്ല. നമ്മുടെ യൂണിയൻ്റെ പല ടോപ്പിൽ നോക്കിയാൽ എത്രയോ കോൺഗ്രസ്സുകാരാണ്, താഴത്തോട്ട് നോക്കിയാൽ ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ്. ഇവരെല്ലാം കൊണ്ടല്ലേ സംയോജിപ്പിച്ചുകൊണ്ട് ഞാൻ 30 കൊല്ലമായി പോകുമ്പോൾ ഇവർക്ക് ആർക്കും നമ്മുടെ രാഷ്ട്രീയ അഭിപ്രായം അടിച്ചേൽപ്പിക്കാൻ നമ്മൾ ശ്രമിക്കാൻ പാടില്ല. അതെല്ലാം അവരവരുടെ ഇഷ്ടമാണ്. പക്ഷെ ഇതിവിടെ അങ്ങനെയല്ല. ഇഷ്ടമുള്ള ന്യായം പറഞ്ഞാൽ ആൻ്റണിയെ തന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ആൻ്റണിയോട് സത്യം പറഞ്ഞില്ലേ? മുഖ്യമന്ത്രി സ്ഥാനം ഇട്ടിട്ട് ഒടിച്ചോടേണ്ടി വന്നില്ലേ? ഇതാണോ ജനാധിപത്യം? ഇതെല്ലാം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. കാലത്തിൻ്റെ കുത്തൊഴുക്കും കുഴലൂത്തും മനസ്സിലാക്കി കാലഘട്ടത്തിനനുസരിച്ച് ചിന്തിക്കാനും പ്രവർത്തിക്കാനും അതനുസരിച്ച് മുന്നേറാനും സമുദായം തയ്യാറാകണം. പത്മഭൂഷൺ വെള്ളാപ്പള്ളി നടേശൻ സെമിനാർ ഹാൾ സമർപ്പണം ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. മാത്യു കുഴൽനാടൻ MLA ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി, സ്കൂൾ മന്ദിര നിർമ്മാണം നിർവഹിച്ച എഞ്ചിനീയറെ ചടങ്ങിൽ ആദരിച്ചു. സ്കൂൾ മാനേജറും യൂണിയൻ പ്രസിഡന്റുമായ VK നാരായണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരള ബാങ്ക് മുൻ പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ സന്ദേശം നൽകി. യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് AK അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് PN പ്രഭ, യോഗം ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് N രമേശ്, പ്രമോദ് K തമ്പാൻ എന്നിവർ പ്രസംഗിച്ചു. പത്മഭൂഷൺ ലഭിച്ച ശേഷം ആദ്യമായി മൂവാറ്റുപുഴയിലെത്തിയ വെള്ളാപ്പള്ളി നടേശന് ഉപഹാരങ്ങൾ കൈമാറി. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. ഓട്ടോണമസ് പദവിയുടെ തിളക്കത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം. NBA, NAC അക്രഡിറ്റേഷനുകൾ, മൾട്ടിനാഷണൽ കമ്പനികളിലടക്കം മികച്ച പ്ലേസ്മെന്റ്, അന്തർദേശീയ നിലവാരമുള്ള ലാബുകൾ, അക്കാദമിക് എക്സലൻസിനോടൊപ്പം വൈവിധ്യമാർന്ന പാഠ്യേതര പ്രവർത്തനങ്ങൾ, BTech കോഴ്സുകൾ, MBA, ആഗോള തൊഴിൽ സാധ്യതകളുമായി ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ.